ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എ. വിജിലൻസിന് മുന്നിൽ മൊഴി നൽകി. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. എന്നാൽ മാത്യുവിന്റെ ഭൂമിയിൽ നിലവിലുള്ള സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ റവന്യൂ വകുപ്പിന് വിജിലൻസ് ശുപാർശ നൽകും. 50 സെന്റ് സ്ഥലം സർക്കാർ ഭൂമിയാണെന്ന് വിജിലൻസ് പറയുന്നു. മാത്യു കുഴൽനാടൻ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ നിർമ്മിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലം പോക്കുവരവ് ചെയ്തതിലും ക്രമക്കേടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. എന്നാൽ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ കുഴൽനാടന് പങ്കുണ്ടെന്നതിൽ തെളിവില്ല. മിച്ചഭൂമിയായ 50 സെന്റ് തിരികെ പിടിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം. എന്നാൽ ഭൂമി അളന്നു നോക്കാതെയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. അധിക ഭൂമി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. ഒരു കെട്ടിടത്തിന്റെ മൂല്യം കണക്കാക്കാതിരുന്നത് കെട്ടിട നമ്പർ ഇല്ലാത്തതിനാലാണ്. രജിസ്ട്രേഷൻ സമയത്ത് ഈ കെട്ടിടം കാണിക്കാതിരുന്നത് ഇത് കാരണമാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. 2016 മുതൽ 21 വരെ, അതായത് തെരഞ്ഞെടുപ്പ് അഫിഡേവിറ്റിൽ 5 വർഷം മുമ്പ്, അത് നമ്മൾ മത്സരിക്കുന്നതിനുള്ള 5 വർഷം മുമ്പുള്ള നമ്മുടെ നികുതി അല്ലെങ്കിൽ ആദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള വരുമാനം ഇത്രയാണ്, എന്നാൽ മാത്യു ആർജിച്ചിട്ടുള്ള സ്വത്തുക്കളുടെ വലിപ്പം ഇത്രയാണ് എന്ന് പറഞ്ഞാണ് പരാതി. അപ്പോൾ 2000 മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതും ഞാൻ 2007 മുതൽ നികുതി കൊടുക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയുടെ കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തെ വരുമാനം, ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തമുള്ള വരുമാനം എന്ന് പറയുന്നത്. അത് പക്ഷേ ഇവർ പരാതി പറഞ്ഞിരിക്കുന്ന ഈ 5 വർഷത്തെ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും സമ്പാദിച്ചു. അപ്പോൾ ആ പരാതിയിലെ ഗൗരവം അവർക്ക് തോന്നാത്തതുകൊണ്ടായിരിക്കും അവരത് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായില്ല. ഇങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാണ്ട് അങ്ങനെ ഒരു ഒബ്സർവേഷൻ മാത്രം എന്നോട് ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഈ ചിന്നക്കനാലിലെ ഭൂമി പണ്ട് മിച്ചഭൂമി കേസിൽ പെട്ടതാണ് ചോദിച്ചിരുന്നു. അതായത് ഇത് മിച്ചഭൂമി കേസിൽ പെട്ട ഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇതിൽ ഇടപെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അറിവ്, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്ക് ആധാരം ചെയ്തു തന്നവർ സ്വാഭാവികമായിട്ടും ആധാരത്തിൻ്റെ ഭാഗമായി ഇത് മിച്ചഭൂമിയിലോ ഇത് സർക്കാരിൻ്റെ കേസുകളിലോ അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽ നൽകിയ ഭൂമിയോ അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും നിയമ തടസ്സങ്ങളുള്ള ഭൂമിയല്ല എന്നുള്ള അണ്ടർടേക്കിങ്ങോടുകൂടിയാണ് ആധാരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ആ ഉത്തമ വിശ്വാസത്തിലാണ് ആധാരം ചെയ്തതെന്ന് പറയുന്നത്. ഇല്ല, ആ ഭൂമിക്ക് അന്ന് കരടച്ച രസീതും ബാക്കി എല്ലാ അനുബന്ധ രേഖകളും ലൈവായിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയത്. ഇന്നും ഞങ്ങൾ കരടക്കുന്നുണ്ട്. ഇന്നും ആ ഭൂമിയെ സംബന്ധിച്ച് മറ്റ് ആക്ഷേപങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് അത് ബോധ്യപ്പെടുകയും നോർമലി ബയർ ബിവെയർ എന്ന് പറയുമ്പോൾ ഒരു ഭൂമി വാങ്ങാനായി ചെല്ലുന്നയാൾ പരിശോധിക്കേണ്ടതും നോക്കേണ്ടതുമായ എല്ലാ റെക്കോർഡുകളും ഇൻപ്രോപ്പർ ആയിരുന്നതുകൊണ്ടാണ് ആ ഭൂമി വാങ്ങിയത്. തൊടുപുഴ മുട്ടത്തുള്ള ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് വിജിലൻസ് മാത്യു കുഴൽനാടന്റെ മൊഴി രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലും പ്രമാണത്തിലും നൽകിയിരിക്കുന്ന തുകയിലെ വ്യത്യാസം സംബന്ധിച്ച വിവരങ്ങളാണ് വിജിലൻസ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ പുറമ്പോക്ക് ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരങ്ങളും വിജിലൻസ് തേടിയിരുന്നു. 1,92,00,000 രൂപ ആധാരത്തിൽ കാണിച്ച വസ്തുവിന് നാമനിർദ്ദേശത്തിനൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ മാത്യുവിന്റെ ഷെയറായി 3.5 കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നതെന്നും 7 കോടി മതിപ്പ് വിലയുണ്ടായിട്ടും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കാതെ ഖജനാവിന് നഷ്ടം വരുത്തിയെന്നുമുള്ള പരാതിയിലാണ് പ്രാഥമിക മൊഴിയെടുക്കൽ നടന്നത്.